പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആയോധനകലകൾ പഠിക്കാറുണ്ട്. ഈ പഠിക്കുന്ന പല ആയോധനകലകളിലും ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന കല നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്നത് മിക്കവാറും സ്ട്രീറ്റിലായിരിക്കും. നമ്മൾ പഠിക്കുന്നത് ഒരു ചെറിയ ഡോജോയിലോ ചെറിയ കളരികളിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് അകത്ത് നടക്കുന്ന ഒരു സംവിധാനവും പുറത്തേക്ക് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽ ടൈം സിറ്റുവേഷൻസ് കവർ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒരടി അടിച്ചു, നമ്മൾ തട്ടി തിരിച്ചു കൂട്ടി അല്ലെ ഒഴിവായി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പഠിക്കുക. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ വെച്ച് അടി ഉണ്ടാകുന്നു. ബസ്സിൽ വെച്ച് അടി ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന സ്പേസ് ഉണ്ടാവില്ല, കമ്പിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അങ്ങനെയുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, ഇപ്പോൾ ഒരു കാറിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നു, അതിനൊക്കെ ചില നിയമവശങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാറിലിരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മൾ കാർ ഓടിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ആ ഓടിക്കുമ്പോഴൊക്കെ തന്നെ പുറകിലേക്ക് നമ്മൾ ഒരു സീറ്റ് മറിക്കുമ്പോഴോ അതിന് ചില നിയമവശങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര അടുത്താണ് നിൽക്കുക, നമ്മുടെ കാറിൻ്റെ സൈഡിലത്തെ ഡോറിനകത്തുള്ള ആ ഗ്ലാസിൻ്റെ ഭാഗം എത്രയായിരിക്കും ഉണ്ടാവുക, അവിടെ നിന്നൊരു കൈ വന്നാൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ള കുറച്ചേറെ കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമാണ്. അതൊക്കെ അന്തർദേശീയ നിലവാരത്തിലുള്ള മാർഷൽ ആർട്ടിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ടാവും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആയോധനകല എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എവിടെയാണ്? ഒരു ഹോട്ടലിൽ വെച്ചാണ്. ഫ്രണ്ടിലൊരു ടേബിൾ ഉണ്ടാവും, നമ്മൾ ചെയറിലിരിക്കുക. അവിടെ ഒരു അറ്റാക്ക് വന്ന് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാമെന്ന് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് പ്രാക്ടിക്കലായിട്ട് നടക്കുള്ളൂ. ഇനി നമ്മൾ നിലത്തിരുന്നാണ് പണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടത്. അപ്പോൾ നിലത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. പണ്ടങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ മൂല്യച്യുതി വരികയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളൊരു പഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അടി ചെയ്യുമ്പോഴൊക്കെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെന്ന് ഞാൻ ചില കാര്യങ്ങൾ വിശദമാക്കി തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക്. ഇപ്പോൾ ഒരാൾ കണ്ടില്ലേ, പഞ്ച് ചെയ്ത സമയത്ത് ഒരാൾ ഇറങ്ങുവാണ് ചെയ്തത്. എന്തിനാണ് ഇറങ്ങുന്നത് എന്നുള്ളതും എന്തിനാണ് കയറുന്നതെന്നുള്ളതും വ്യക്തമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഇറങ്ങാൻ ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഇറങ്ങണത്. മറിച്ച് ഒരു ഭിത്തിയാണുള്ളതെന്ന് കൂട്ടിക്ക്, ആ ഭിത്തിയുടെ ഭാഗത്തേക്ക് ആൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഒരു ഗുണം എന്ന് വെച്ചാൽ, കളരിയിലൊക്കെ നമ്മൾ ഇറങ്ങി തട്ടാറുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ, അഥവാ നമ്മുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ നമുക്കിട്ട് കൊള്ളാതിരിക്കാനാണ് ഒഴിവോടുകൂടി തട്ടുന്നത്. അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ കൈ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കൈ വെച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അഥവാ ഈ തട്ട് കൊണ്ടില്ലെന്ന് കൂട്ടിക്കുക, അല്ലെ വെയിറ്റ് കൊണ്ടിട്ട് നമ്മൾ തട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഞാൻ സേഫ് പൊസിഷനിലാണ്, പഞ്ച് കൊള്ളാനുള്ള ചാൻസേ ഇല്ല. അതിനാണ് ശരിക്കും നമ്മൾ പഞ്ച് ചെയ്യണ സമയത്ത് ഇറങ്ങി തട്ടുന്നത്. പിടികിട്ടിയോ? പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞങ്ങൾക്ക് രണ്ടും എന്താണ്, ഒരേ ടൈമിങ്. കാരണം ഇവിടുന്ന് എനിക്കും പഞ്ച് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ടും പഞ്ച് ചെയ്യാം. അവിടെ എന്താണ്, ഇറങ്ങി തട്ടുന്നത് പ്രശ്നമായി വരാം. നീ ഇപ്പോൾ ഒരു ഭിത്തി ഉണ്ടെന്ന് കൂട്ടിക്ക്, ഇവിടെ എൻ്റെ പുറകിൽ ഒരു ഇതുണ്ട്, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇറങ്ങി പഠിച്ചാലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ, എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ കൈ വരണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നോക്കി, എനിക്ക് ടിടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ തട്ടുകളോ കാര്യങ്ങളോ ഒന്നും നടന്നു എന്ന് വരത്തില്ല. അവിടെ മറ്റൊരു തന്ത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നേരെ നിൽക്കുന്നു, ആൾ കയറി വരുമ്പോൾ നമുക്ക് പുറകിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള സത്യമാണ്. പഞ്ച് ചെയ്തേ നമുക്ക് സൈഡിലേക്ക് കയറാം. അപ്പോൾ പഞ്ച് എങ്ങോട്ടാണ് പോയത്? ഈ സൈഡിലേക്കാണ് പോയത്. നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു സിറ്റുവേഷനാണ്. ഇനി അടുത്ത സിറ്റുവേഷൻ നോക്കാം. ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഇല്ല. മൂന്നാമത്തെ സിറ്റുവേഷൻ നമ്മൾ മാറി കാണിച്ചു, ഒരു സൈഡിലേക്ക് മാറിയിട്ട് പഞ്ച് ചെയ്ത്. അപ്പോൾ നമുക്ക് മാറാനുള്ള സംവിധാനമുണ്ട്. ഇനി ഒരാൾ പെടലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇടിക്കുന്നതെങ്കിൽ നമുക്ക് മാറാനുള്ള സംവിധാനം ഇല്ല. ഇവിടെ നിന്ന് ഇടി കൊള്ളത്തേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇപ്പം ഇവിടെ നിന്ന് ഇടി വരുന്നത് കണ്ടോ, എനിക്കിട്ട് കൊള്ളുക തന്നെ ചെയ്യും. ഇവിടെ എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല, വശങ്ങളിലേക്ക് പോകില്ല. ഈ വശത്തേക്ക് ഇവിടെ എന്നാലും ഇടി കിട്ടും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു ടെക്നിക്ക് ആയിരിക്കണം, അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആള് പിടിച്ചിരിക്കുകയാണ്. കണ്ടോ, പിടിച്ചിരിക്കുകയാണ്. പഞ്ച് എവിടുന്ന വരുന്ന നോക്കിയേ, ഇവിടെ നിന്നാണ് പഞ്ച് വരുന്നത്. ഈ പഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തട്ടാനുള്ള സംവിധാനം വേണേൽ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ അപകടമാണ്. അതിന് ഭേദം ഈ പഞ്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ
വ്യക്തമായി മനസ്സിലായോ? ഇവിടെ പറയുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കൈ പറയും. കാരണം കൈയുടെ ഇവിടെ ഇങ്ങനെ അമരുന്നുള്ളതുകൊണ്ട് വേദന എടുക്കും. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇടി വരുമ്പോൾ നമ്മൾ കുറച്ച് സൈഡിലേക്ക് വന്നിട്ട് മുന്നോട്ട് നീക്കിയാൽ ഈ ഇടി നമുക്ക് കൃത്യമായിട്ട് കിട്ടും. കിട്ടിയാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായി അറിയാം ഈ കൈ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിങ്ങൾ ഓടിക്കാം. ക്ലിയർ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പിടിച്ച് പഞ്ച് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നത് കണ്ടോ, നേരെ പിടിച്ച് ഓടിക്കുക കണ്ടോ. ഈ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആളെ അങ്ങോട്ട് അകത്തി നീക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു സ്പേസ് കിട്ടി. ഈ സ്പേസിന് നമ്മൾ എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യേണ്ട. ക്ലിയർ? ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ടെക്നിക്കുകൾ അടങ്ങുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ച ആയോധന കല നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ട്രിക്കിലേക്ക്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇത് കോമഡി നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും എൻ്റെ സ്റ്റുഡൻസ് ഒന്ന് ചിരിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം എൻ്റെ അപകടം എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ സാധാരണ ഇങ്ങനെ കാല് വെച്ചാൽ ഈ കാലെടുപ്പിക്കാനുള്ളൊരു സംവിധാനമായിരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് അറിയാതിരിക്കണം. പിടി കിട്ടി. അപ്പം കാലിന്ന് വെച്ച് നഗരം നമ്മൾ വേറെ ഒന്നും ചെയ്തെന്ത് ചെയ്യും? ഇവിടെ നേരെ കയറി കിക്ക് ചെയ്യത്തേ ഉള്ളൂ. ക്ലിയർ ആയോ? ആ കിക്ക് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. ഇനി രണ്ടാമത് നോക്കി കാലെവിടെ വെച്ചിരിക്കുന്നത് നോക്കി, ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പരിശീലനം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഈ കാല് ഇവിടെ ക്യാച്ച് ചെയ്യുക, ഇവിടെ തട്ട് കണ്ടു, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒന്നുകൂടെ നോക്കുക. നമ്മളിവിടെ കാല് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇപ്പം നമ്മൾ മോഹൻലാലിൻ്റെയൊക്കെ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കാലൊക്കെ അടിച്ചിങ്ങനെ തിരുമുന്നൊക്കെ കാണിക്കും. നമ്മൾ ഒന്നും ചെയ്യേണ്ടെന്നേ, നമ്മൾ ഈ കാല് ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് ഇവിടെ പിടിച്ച് അമർത്തിയാൽ ആള് നേരെ താഴേക്ക് കണ്ടോ. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാല് വരാതെ നോക്കണം. അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കയ്യെ ഇവിടേക്ക് വെക്കണം. ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ആയോധന കല. അല്ലെങ്കിൽ എങ്ങനെ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ റോഡിൽ ഉപയോഗിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചേട്ടെ. നമ്മൾ കളരിപ്പയറ്റിലും മെയ്പ്പയറ്റൊക്കെ താഴ്ന്ന ലെവൽ മുതൽ മുകളിലേക്കാണ് പഠിപ്പിക്കുന്നത് അല്ലേ? താഴ്ന്നിരുന്ന് നമ്മൾ വളരെ ഇത് പന്തിയിട്ടിരുന്ന് എന്ന് പറയുന്നൊക്കെ ഇല്ലേ, ഒക്കെ ഒരു വളരെ ലോ ലെവലിൽ നിന്ന് അതുപോലെ എടുത്തു നോക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഉയരാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ പഠിച്ചൊരു വ്യക്തി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരാൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നും ചെയ്യുന്നു, ഇതായിരിക്കും നമ്മൾ ചെയ്യുക. മനസ്സിലായോ? പഠിത്തം വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും അല്ലാതെ ട്രിക്കുകൾ തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.